നമസ്കാരം. കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലേ? എന്നാൽ അങ്ങനെ പ്രാധാന്യം കൽപ്പിക്കുന്ന പാരൻസ് എല്ലാം വളരെ നേരത്തെ തന്നെ, അതായത് കുട്ടി ജനിക്കുമ്പോഴേ തുടങ്ങി അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങും, സ്വപ്നം കാണാൻ തുടങ്ങും. അവരുടെ വിദ്യാഭ്യാസം, മാരേജ്, ഇതെല്ലാം സ്വപ്നം കാണാൻ തുടങ്ങും. അങ്ങനെയുള്ള പാരൻസ് അവരുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ചില പാരൻസ് ഉണ്ട്, അവരത് അത്രയും അങ്ങോട്ട് ബോധർ ചെയ്യാറില്ല. കുട്ടി വളർന്നു വരുന്നതല്ലേ ഉള്ളൂ, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടില്ലല്ലോ, കോളേജിലാവാറാവുന്നല്ലേ ഉള്ളൂ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർ പിന്നീടത്തേക്ക് ആ ഒരു പ്ലാനിങ് മാറ്റി വയ്ക്കാറുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, നേരത്തെ പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന ഒരു പാരൻറ്റിൻ്റെ കുട്ടിക്ക് അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ടൈം ആകുമ്പോഴത്തേക്കും അതിന് വേണ്ട ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അതേസമയം പിന്നീടാകട്ടെ എന്ന് വിചാരിച്ച് അവർ സ്കൂൾ വിദ്യാഭ്യാസം കഴിയട്ടെ, കോളേജിലേക്ക് ആകട്ടെ, അഡ്മിഷൻ ആകട്ടെ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന പാരൻസ് ആ ടൈം എത്തുമ്പോൾ ഫിനാൻഷ്യലി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു. ശരിയല്ലേ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ എത്ര പേര് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്? അതല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട്? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ അവസ്ഥയിൽ യാതൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമയമായപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവരാണോ, അതോ നേരത്തെ പ്ലാൻ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒത്തിരി പാരൻസ് ഇങ്ങനെയുണ്ട്, പിന്നീടാവട്ടെ, സമയമാവട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ അത് ഒരു ഫിനാൻഷ്യൽ നോളജ് ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുക്കുക എന്നുള്ളതാണ്. ഒരു വിദ്യാഭ്യാസ ലോൺ എടുത്താൽ എത്ര വർഷം നമ്മളത് അടച്ചു തീർക്കേണ്ടി വരും? ഒരു പാരൻ്റ് ഒരു പക്ഷേ ഒരു 45-50 വയസ്സിനിടയ്ക്കായിരിക്കും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നത്. അദ്ദേഹത്തിന് എത്ര കാലം അത് അടച്ചു തീർക്കാൻ സാധിക്കും? ആ ഒരു 50 വയസ്സിലോ ഒക്കെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയമാവാറായി. അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റും? ഇനി കുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് അത് അടയ്ക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നത്തെ കാലത്ത് ജോലിക്ക് വല്ല ഉറപ്പുണ്ടോ? കിട്ടുന്ന ജോലി കൊണ്ട് ഒന്നിനും മതിയാകാത്ത ഒരവസ്ഥയായിരിക്കുമോ? ഇതൊന്നും അറിയാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പാരൻസിനോട് പറയുകയാണ്, ഇതുവരെ യാതൊരുവിധ പ്ലാനിങ് ചെയ്യാത്തവരാണ് എങ്കിൽ ഇപ്പോഴെങ്കിലും തുടങ്ങുക. നിങ്ങൾ ഒട്ടും വൈകിട്ടില്ല.